അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ വീട്ടിലെത്തിയ സ്ഥിതിക്ക് നമ്മൾ ഈ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പക്ഷെ അതല്ല മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു പുതിയ ടാങ്ക് കൊണ്ടുവരാൻ പോവാണ്. അതും ഒരു വെറൈറ്റി ഫിഷ് അല്ല, കാരണം ഞാൻ ഇപ്പം പോയി ഒന്നിനെ വാങ്ങിയിട്ടുണ്ട്. സോ അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അതിനു മുന്നേ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ പോയി എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. സോ ഇതിൽ നമ്മളൊരു വുഡൊക്കെ വെച്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഒരു കിടിലം പോലെ കൊണ്ടുവരാൻ നോക്കുവാണ്. പക്ഷെ എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. സോ ഇതിനെടുത്ത് വെക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ചെടി ഇവിടെയുണ്ട്. അതുകൂടാതെ കുറച്ച് ചെടികൾ വീണ്ടും നട്ടുപിടിപ്പിക്കാറുണ്ട്. അങ്ങനെ കുറച്ചധികം പണിയുണ്ട്. സോ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒരു ടാങ്കൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ അതിൻ്റെ അകത്ത് വെക്കാൻ പോകുന്ന വുഡ്. ഇത് ആക്ച്വലി ഈ വെള്ളത്തിൽ ഇടുന്നതാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ ഇത് വെള്ളത്തിൽ തന്നെയായിരുന്നു വെച്ചത്. വേറെ ടാങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ടാങ്ക് ഒന്ന് എന്താ പറയുക, ഒരു മാറ്റം അത് അനിവാര്യമാണല്ലോ. എപ്പോഴും ഒരുപോലെ ആയിരുന്ന ഒരു രസം ഉണ്ടാകത്തില്ല. സോ അതാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ടാങ്ക് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഫിഷ് ടാങ്ക് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഫിഷ് ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. തെർമോക്കോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പം കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ മഞ്ഞപ്പൊടി എന്താ വെച്ചാൽ മഞ്ഞപ്പൊടിയാണ്, വേറെ ഒന്നുമില്ല. കുറച്ച് ഉറുമ്പുണ്ട് ഇവിടെ. സോ ആ ഉറുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉറുമ്പ് പൊടി ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതെടുത്ത് ഇതിൽ വെക്കുന്നു, മണ്ണ് നിറയ്ക്കുന്നു. ഇതൊക്കെ ഇന്നലെ ഞാൻ ഓൾറെഡി വന്ന് സെറ്റാക്കി, കാരണം എനിക്കറിയുന്ന കുറേ പണി ഉണ്ടാവും. അതുകൊണ്ട് ഇന്നലെ തന്നെ കഴുകി വെടിപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മണലിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് ചെടിയാണ് വേണ്ടത്. ചെടി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, കാരണം ഞാൻ ഇതിപ്പം പോയി വാങ്ങിച്ചതാണ്. ഒന്ന് സോ ഈ ഓരോ ചെടിക്കും പെർ പീസ് 50 rupees ഓൺലി. ഞാനിപ്പം വാങ്ങി വെച്ച പ്ലാന്റ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഒന്നിവിടെ അത് വളർന്നു വരുമ്പോൾ ബാക്കിൽ കാണാൻ നല്ല രസമുണ്ടാവും. ഇവിടെ പിന്നെ കുറച്ചെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് വേറെ ടാങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇതിലുള്ള എല്ലാം പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനിയുള്ളത് വേറെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഈ ടാങ്കിൽ നിന്ന് എടുക്കാം. അങ്ങനെ 3 വെറൈറ്റി ചെടികൾ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതും കൂടി എവിടെയെങ്കിലൊക്കെ കുത്തി നിറയണം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇതിൽ വലിയ എക്സ്പെർട്ട് ഒന്നുമില്ല, ബട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പ്ലാൻസ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊന്തി വരുമെന്ന് എനിക്കറിയത്തില്ല, കാരണം അതങ്ങനെയാണ്. മണലായതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഉണ്ടാകത്തില്ല. മെയിനായിട്ട് ഇതൊക്കെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ വെള്ളം നിറച്ചാൽ മാത്രമേ ബാക്കിയുള്ള അവസ്ഥ എന്താണോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇനി എന്തായാലും വെള്ളം നിറയ്ക്കാം. പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റേ ടാങ്കിൽ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോ അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താ പറയുന്നു, രസമുണ്ടാ? അടിപൊളിയല്ലേ? എല്ലാവരും ലൈക്കും സബും ചെയ്യാൻ പറ. സോ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാ ചെടിയും അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ വെച്ചൊരു ചെടി അത് മിസ്സിങ് ആണ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇതിലേക്ക് ആഡ് ചെയ്യാല്ലേ. നമുക്ക് ഇതിലെ മീനെ പിടിച്ചിടാ, പിടിച്ചേട്ടെ? എവിടെയില്ല മീൻ? അല്ല, ഇനിയില്ല. മീൻ്റെ പേരെന്നാ അറിയാ? അല്ല, പോളാർ പാരറ്റ്. എന്ത് പോളാർ പാരറ്റ് പറഞ്ഞ? നീ പറഞ്ഞേ
പോളാർ പാരറ്റ്. ഞാൻ പറഞ്ഞ നമ്മുടെ ടാങ്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. സംഭവം കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പോളാർ പാരറ്റിൽ നിന്ന് ഈ സാധനത്തിന് നല്ല സ്പേസ് വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. ബട്ട് ആ ഒരു സ്പേസ് ഇവിടെ ഇല്ല. കണ്ടില്ലേ, ഈ രണ്ട് മൂലക്ക് വന്നിട്ടാണ് ഇപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്നത്. നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അതേപോലെ തന്നെ ചാടിപ്പോകുമെന്ന് അറിയത്തില്ല. ഞാൻ പൊതുവേ ടാങ്കിൻ്റെ മുകളിലൊന്നും വെക്കാറില്ല. അതുകൊണ്ട് തന്നെ കൊക്കൊക്കെ വന്നിട്ട് ഈ കൊച്ചൊക്കെ വന്നിട്ട് ഇതിൽ നിന്നൊക്കെ കുറേ മീൻ കൊണ്ടുപോക്കുന്നുണ്ട്. സോ എന്താണ് അവസ്ഥ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്ക് ക്ലീൻ ആക്കണം, ഈ ടാങ്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കണം, ആ ചെടി മൊത്തം എടുത്ത് മാറ്റണം. കാരണം ഇതൊരു കാനപ്പാട് പോലെയാണ്. പക്ഷേ ഇത് മാറ്റാൻ നല്ല പണിയാണ്. കാരണം ഇതിൽ കുറേ ഷ്രിമ്പുണ്ട്. പിന്നെ ഇതിലുകൊണ്ടാണ് മെയിനായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ വരുന്നത്, ഷ്രിമ്പിൻ്റെയൊക്കെ. പിന്നെ ഇവിടെ മൊത്തം ചെടി വെക്കണം. ചെടി മീൻസ് കുറച്ചുകൂടി ചെടി നമുക്കിവിടെ കൊണ്ടുവരണം. അന്നേരം കുറച്ചുകൂടി ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ നല്ല രസമുണ്ട്.